മുഴുവൻ പ്രതികൾ പിടിക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷെ അന്ന് ഉയർന്നു കേട്ട ഒരു വിമർശനം ഗൂഢാലോചന പൂർണ്ണമായിട്ടും പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ഒരു പ്രതികളുടെ അത് അവിടെ കൊണ്ട് നിർത്തി, പിന്നെ അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരെ കുറിച്ച് ഗൂഢാലോചനയെ കുറിച്ച് അത് ഞാനതിന് ഒരു ഗൗരവമായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം അതിനുശേഷം ഒരു പ്രയത്നം നടന്നിട്ടില്ലല്ലോ. അതിനുശേഷം അങ്ങനെ അവരെ ഇതല്ല അതാണ് എന്നൊക്കെ പറഞ്ഞ് വേറെ പണിക്ക് അത് പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനത് ഒരു ഗൗരവമായിട്ട് എടുക്കാൻ. പിന്നെ ഇതുപോലൊരു കേസിനകത്ത് നമ്മൾ എത്ര പേരെ പിടിച്ചാലും ശരി, പിന്നെ 5 പേരും കൂടെ ഉണ്ടെന്ന് പറയും. അത് നാട്ടിലെ ഒരു സാധാരണ ശരാശരി പ്രയോഗമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കാര്യം അറിയാവുന്ന ആളുകൾ, ഗൂഢാലോചന പിടിച്ചിട്ടില്ലെന്ന് പറയുന്ന ഗൂഢാലോചനയെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാതിരുന്നത്? അവരുടെ അതിന് മുകളിൽ ഇന്ന വ്യക്തികൾ കൂടിയുണ്ട്, അവരെ കൂടി ഇതിനകത്ത് ഇൻട്രോഗേറ്റ് ചെയ്യണം എന്നെന്താ പറയാതിരുന്നത്? അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടി അയ്യോ ഇനിയുണ്ട് അപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഹോം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഈ TP കൊലപാതകത്തിൽ എത്തി നിൽക്കുന്ന പേരുകൾക്കപ്പുറം ഒരു വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? നമുക്കെടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനിൽ എടുക്കാൻ പറ്റുന്നതിന് വളരെ ഒന്ന്, എക്സിക്യൂട്ടീവ് ചെയ്ത ആളുകൾ പ്രതിവർഗത്തിലവരാണ്. 2, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകൾ. ആ ഗൂഢാലോചനയ്ക്കകത്ത് തെളിവുകളുള്ള ഗൂഢാലോചന. അങ്ങനെയാണ് കുഞ്ഞനന്തൻ പ്രതിയായത്. കുഞ്ഞനന്തൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോയ ആളൊന്നുമല്ല, അദ്ദേഹം വേറെ സ്ഥലത്തായിരുന്നു. പക്ഷേ ആ ഗൂഢാലോചനയ്ക്കകത്ത് ഉൾക്കൊള്ളുന്ന തെളിവുകളുള്ള ആളുകൾ, ആ തെളിവുകളുള്ള ആളുകളെ പിടിച്ചത് ഒരു മുഴുവൻ ആളുകളെ എത്രയാണ് 800 ചില്ലുവൻ ആളുകളുടെ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടാണ് അതെല്ലാം പോയത്. അങ്ങനെയല്ലേ വന്നത്. 107 പ്രതികളോളം അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് സ്വാഭാവികമായിട്ട് പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത് ഏത് പ്രതി ചെയ്ത് കൂടുതൽ കുറവ്, അവരെ കുറ്റം ചെയ്തിട്ടില്ലോ, അവരെ തന്നെ ഇതിനകത്ത് ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് അത് കോടതിയാവും. അതൊന്നും നമ്മളുടെ കാര്യത്തിൽപ്പെട്ടതല്ല. ഈ കുഞ്ഞനന്തൻ വരെ ഉള്ള ആൾക്കാരെ ഇത് ചെയ്തെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ? അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ആവശ്യമില്ലാതെ ഇത് കമൻറ്റ് പറയുന്നത് ശരിയല്ല. നമ്മൾ ഏത് സമയത്ത് നമ്മൾ നിൽക്കേണ്ട ഒരു നിലയുണ്ട്. ആ നിലയ്ക്കപ്പുറത്തോട്ട് വ്യക്തിപരമായി നമുക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം ഉണ്ടായിരുന്നു എന്ന് ഞാനത് പറയുന്നത് ശരിയല്ല. ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളവർക്ക് നീതിന്യായ കോടതിയിൽ പറയട്ടെ, അവിടെ നിന്ന് അവർ റിലീഫ് മേടിക്കട്ടെ. അല്ലെ, KK രമ പോലും പറഞ്ഞിരുന്നു പിണറായി വരെ അറിഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. എനിക്കറിയാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവ് എനിക്ക് മനസ്സിലായി, ഈ ചോദ്യവും മനസ്സിലായി. പക്ഷേ ഒരു ഹോം മിനിസ്റ്റർക്ക് അത് പറയാൻ പറ്റുമോ? ഒരു ഹോം മിനിസ്റ്റർക്ക് ഇനിയാളുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അതിനുശേഷം എന്നെക്കുറിച്ച് എനിക്ക് തന്നെ എത്ര ഇതൊരു വധശ്രമം നടത്താൻ വേണ്ടി എത്ര അനോണിമസ് ലെറ്റർ വന്നു, അതെനിക്കും അത് പറയാൻ പറ്റുമോ? ഞാനൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആളല്ലേ. അല്ല സാർ, എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും ചോദിച്ചത് ആഭ്യന്തരമന്ത്രി എന്നതിനപ്പുറത്ത് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക്, CPM-നെ നന്നായി അറിയാവുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു ബിഗർ കോൺസ്പിറസി ഉണ്ട്, ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും ഒരാളുടെ പേരല്ല ഞാൻ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തെളിവില്ലാതെ ഒരാളിനെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ ഈ ബാക്കി വെച്ച ആളുകളും മനഃപൂർവ്വമായിട്ട് അവരെ ഇതിനകത്ത് കുടുക്കി എന്നല്ലേ വരുന്നത്. ഞാൻ പറഞ്ഞ തെളിവില്ലാത്തതൊന്നും നോക്കേണ്ട കാര്യമില്ല. തെളിവുള്ള കാര്യങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ സത്യസന്ധമായി ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസ് അങ്ങനെ വിജയിച്ചത്. അല്ലെ ആ കേസ് വിജയിക്കുകയല്ല. പക്ഷേ ഈ സംശയം അന്ന് ഒരുപാട് പേർക്കെതിരെ, നേതാക്കൾക്കെതിരെ, ഇപ്പോൾ P. മോഹനൻ അടക്കമുള്ള ഒരുപാട് നേതാക്കൾക്കെതിരെ സംശയം അതിന് മുകളിലേക്കുണ്ടായിരുന്നു. അപ്പോൾ അത്തരം അതിലേക്ക് കൂടി അന്വേഷണം പോകണമെന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. P. മോഹനെ അറസ്റ്റ് ചെയ്തതാണല്ലോ. പയ്യോളി പോലീസ് സ്റ്റേഷനിൽ P. മോഹനെ അറസ്റ്റ് ചെയ്തതല്ലേ, അദ്ദേഹത്തെ ഇൻട്രോഗേറ്റ് ചെയ്തതല്ലേ, അതിനുശേഷം അദ്ദേഹം ജയിലിൽ കിടന്നില്ലേ, ഇതെല്ലാം നോക്കിയതിന് ശേഷമല്ലേ അവർ കേസ് ഫയൽ വന്നപ്പോൾ അവിടെയാണ് നമ്മൾ സത്യസന്ധമാണെന്ന് ഞാൻ പറയാൻ കാരണം. P. മോഹനം വലിയ രാഷ്ട്രീയമായിട്ട് നമുക്ക് വേറെ പക്ഷത്ത് നിൽക്കുന്നത്, അത് വേറെ പ്രശ്നം. അതൊന്നും ഒരു കേസിനകത്ത് പ്രതിയാക്കാനായിട്ട് പറ്റിയതൊന്നുമല്ല. മാത്രമല്ല P. ജയരാജനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച്, പലരെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാനതിനകത്തൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. മാത്രമല്ല കള്ളക്കേസുണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ചില ഇൻസ്റ്റൻസും എൻ്റെ മുമ്പിലുണ്ട്. അതൊന്നും നമ്മൾ സമ്മതിക്കില്ല. അത് വേറെ പ്രശ്നം. രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പും രണ്ടാമത്തെ കാര്യമാണ്.
ഒരാളിനെ ഇല്ലാത്തൊരാളിനെ കൊലക്കേസിലെ പ്രതികളാക്കി വെക്കുന്നത് അത് ശരിയാണോ? പിന്നെ ഇവിടെ കൊല ചെയ്തു ഞങ്ങൾ നിങ്ങളുടെ പ്രതി അങ്ങ് ഹാജരാക്കിയേക്കാം എന്ന് പറയുന്ന പഴയൊരു ശൈലി ഉണ്ടായിരുന്നു. എന്നോടും പറഞ്ഞു, ഞങ്ങൾ സാറേ 4 പേരെ അങ്ങ് തന്നാൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ആളവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് പേര് തന്നേക്കഴിഞ്ഞ് വേണ്ട, ആ പേരൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള ആത്മധൈര്യം ഉള്ളത് കൊണ്ടാണ് ശരിയായ പാതയിൽ കേസ് പോയത്. അതിൻ്റെ അർത്ഥം ഇല്ലാത്ത ആളിനെ കൂടെ കൊണ്ട് ചേർക്കുക എന്നുള്ളതല്ല. അതേസമയം അതിൻ്റെ ഒരു നീതിബോധത്തിൻ്റെ ഒരു അംശമുണ്ട്. ആ രൂപത്തിൽ പോകണം. അല്ല, പക്ഷേ ഇതിൽ മറ്റൊരു ആരോപണം വന്നത് ഈ കോൺസ്പിറസിയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് പലർക്കും ജയിൽ വളരെ സുഖവാസമായിരുന്നു. അവരവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നു, ചിലരിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നു. ഇവരോടൊക്കെ നമ്മൾ കുറച്ചൊരു ലീനിയൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് എടുത്തത്. എൻ്റെ കാലത്തുണ്ടായിരുന്നതായിട്ടൊരു ആക്ഷേപമൊന്നുമില്ലല്ലോ. അല്ല, എൻ്റെ കാലത്തുണ്ടായിരുന്നു. പിന്നെ പേഴ്സണലായിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞാൽ മിക്സ്ഡ് ആകില്ലേ. അപ്പം ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ന്യായീകരണം അത് ഉണ്ടാകുമായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുകയില്ല. നമ്മൾ നിയമസഭയിലേക്ക് തിരിച്ചു വന്നാൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് ഇനി ഓപ്പോസിഷൻ ലീഡറായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് ആ ഒരു റോൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്, എത്രമാത്രം ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നു? നമുക്ക് അങ്ങനെ ഓപ്പോസിഷൻ ലീഡറായിട്ടുള്ള മുഖ്യമന്ത്രിയായതും മുഖ്യമന്ത്രിയിൽ നിന്ന് ഓപ്പോസിഷൻ സ്ഥാനത്തേക്ക് പോയ എത്രയോ ആളുകളുണ്ട്. 4 പേരെയെങ്കിലും എനിക്ക് നല്ല കൃത്യം ഓർമ്മയുണ്ട്. എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം 69 നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോയി. പിന്നെ 70-ലെത്തിയപ്പോൾ അദ്ദേഹം ഓപ്പോസിഷനിലല്ലായിരുന്നു. അതിനുശേഷം ശ്രീ EK നായനാർ, അദ്ദേഹം ഭരണഘടന മുഖ്യമന്ത്രിയായി. പിന്നീട് അദ്ദേഹം പ്രതിപക്ഷത്തേക്കല്ല പോയത്. ശ്രീ K കരുണാകരൻ്റെ കാര്യത്തിലും അതുതന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മുഖ്യമന്ത്രി പദത്തിയിരുന്ന ആൾ പ്രതിപക്ഷത്തെ പോയതും പ്രതിപക്ഷത്തിരുന്ന ആൾ മുഖ്യമന്ത്രിയായതും സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ ഓപ്പോസിഷനിലോട്ട് പോയി. ഓപ്പോസിഷൻ ലീഡറായിരുന്ന ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തം ചരിത്രം നമ്മൾ നോക്കിയാൽ, കേരള നിയമസഭയുടെ മൊത്തം ചരിത്രം എടുത്ത് നോക്കിയാൽ അങ്ങനെ 3-4 പ്രാവശ്യം ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് സ്വാഭാവികമാണ്. അത് അവർ മോശമായതും വ്യക്തിപരമായി അവർ മോശമായത് കൊണ്ടൊന്നുമല്ല. അവർ അവരുടേതായ രൂപത്തിൽ നോക്കിക്കാണ്. പക്ഷേ ജനങ്ങളിൽ നിന്ന് അവർക്ക് റിജക്ഷനാണ് ഉണ്ടായത്. അതാ കാരണം. അദ്ദേഹത്തിന് നല്ല പ്രതിപക്ഷ നേതാവാകാൻ പറ്റുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതാകും. ശ്രീ പിണറായി വിജയനെ പോലെ ഒരാൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ്, നല്ല സൂപ്പർ പ്രതിപക്ഷ നേതാവ് ആവില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയും? അതൊരു രാഷ്ട്രീയം കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നൊന്നല്ല വരിക. എനിക്ക് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ എനിക്കൊരു കാര്യം മാത്രം നോക്കിയാൽ മതി, ഇരിക്കുന്ന സ്ഥാനത്തോട് നീതി കാണിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമില്ല. ഇത്രയും വലിയൊരു മെജോറിറ്റി ഭരണപക്ഷത്തുള്ളപ്പം പലപ്പോഴും, ഇപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുമൊക്കെ നമ്മളത് കണ്ടതാണ്, പലപ്പോഴും സ്പീക്കറുടെ മേൽ ഭയങ്കരമായ ഒരു സമ്മർദ്ദം ഉണ്ടാവും പല കാര്യങ്ങളിലും. ഈ അടിയന്തര പ്രമേയം നിഷേധിക്കുന്നതിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയാലും. അപ്പം ഇതൊക്കെ എങ്ങനെയായിരിക്കും അങ്ങ് കൈകാര്യം ചെയ്യുക? അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ. അത് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. ആ വിഷയം വരട്ടെ. വിഷയത്തിൻ്റെ അടിയന്തര പ്രമേയത്തിൻ്റെ പ്രത്യേകത വിഷയത്തിന് പ്രാധാന്യം. വിഷയ അവതാരകനെ പോലെ തന്നെ വിഷയത്തിന് പ്രാധാന്യമുണ്ട്. അതങ്ങനെ സിറ്റുവേഷൻ വരട്ടെ. എനിക്കൊന്ന് ശ്രീത്ത് ചോദിച്ചതിൽ ചലഞ്ച് താങ്കൾക്ക് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ചലഞ്ച് ഇത്തവണ ഫോർ ദ ഫസ്റ്റ് ടൈം, മുൻപ് ഒ രാജഗോപാൽ ഉണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് ടൈം ഒരു 3rd ബ്ലോക്ക് ഉണ്ട്, BJP ഉണ്ട്. അപ്പോൾ ഈ LDFും UDFും മാത്രമല്ല, ഒരു 3ാം കക്ഷിയും കൂടെ നിൽക്കുന്ന ഒരു സമയത്ത് താങ്കൾക്ക് വളരെ ടാക്ടിക്കലി മൂവ് ചെയ്യേണ്ടി വരും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു എനിക്ക് അവരൊക്കെ നല്ല സീസൺഡ് പൊളിറ്റീഷ്യൻസ് അല്ലേ. അവരാരും അങ്ങനെ വലിയ റോ മെറ്റീരിയലൊന്നും അല്ലല്ലോ. നല്ല സീസൺഡ് പൊളിറ്റീഷ്യൻസ് അല്ലേ. അവരങ്ങനെയൊന്നും ഒരു കാർക്കശ്യം നിയമസഭാ നടപടിക്രമത്തിൻ്റെ രൂപത്തിൽ ആ കാര്യത്തിലെടുക്കും എന്ന് എനിക്കൊരു വിശ്വാസമില്ല. മാത്രമല്ല ഇവരൊക്കെ ഇരുന്നതല്ലേ, നേരത്തെ ഇരുന്നതല്ലേ, അനുഭവിച്ചവരല്ലേ, നല്ല അനുഭവ സമ്പത്തുള്ളതല്ല. അല്ല സാർ, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് ഈ BJP എന്ന് മാത്രമല്ല, മുൻപ് കേരള നിയമസഭയിൽ LDFും UDFും ഇരിക്കുമ്പോഴും കേന്ദ്രത്തിനെതിരെ ചില വിഷയങ്ങൾ വരുമ്പോൾ, അതിപ്പോൾ CA ആകട്ടെ എന്ത് വിഷയമാകുമ്പോഴും
ഒരു യുണൈറ്റഡ് ആയിട്ടുള്ളൊരു ഫൈറ്റ് വരാറുണ്ട്. നമ്മൾക്ക് അതുകൊണ്ടാണ് നമുക്ക് റെസൊല്യൂഷൻസ് ഐകകണ്ഠേന പാസ്സാക്കാനാകുന്നത്. ഇനി ഒരുപക്ഷെ അങ്ങനെ ഒരു സാധ്യത തന്നെ ഇല്ല. കാരണം കേന്ദ്രത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നൊരു പാർട്ടിയുടെ 3 മെമ്പേഴ്സും ഉണ്ട്. അത്തരമൊരു സിറ്റുവേഷനിൽ താങ്കൾക്ക് വളരെ പ്രയാസപ്പെടേണ്ടി വരില്ല ഈ BJPക്ക് വോയിസ് കൊടുക്കുക, അതേസമയം ഭരണപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ ബിസിനസ് സംരക്ഷിക്കുക, താല്പര്യമല്ല ബിസിനസ് സംരക്ഷിക്കുക, പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. വളരെ ഒരു ഞാണിന്മേൽ കളിയല്ലേ നടത്താൻ പോകുന്നത്? ഞാണിന്മേൽ കളിയല്ല, നിയമത്തിൻ്റെ കളിയാണ്. ആ നിയമം അനുസരിച്ച് എങ്ങനെ പോകാൻ പറ്റുമോ ആ രൂപത്തിൽ തന്നെ പോകും. നമ്മുടെ ഏറ്റവും വലിയ ആധാരശില റൂൾ ബുക്കാണ്. അത് വ്യാഖ്യാനിക്കുന്നതിൽ ഏറ്റവും അവസാനത്തെ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് വേർഡ് സ്പീക്കറിൻ്റെതുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിയമപരമായ രൂപത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി നമ്മൾ ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് കരുതേണ്ട കാര്യമില്ലല്ലോ. അത് വരട്ടെ, വരുമ്പോൾ ആ രൂപത്തിൽ ഒരു ഭംഗിയായിട്ട് നിറവേറ്റാൻ കഴിയണം.